السلام عليكم ورحمة الله. وعليكم السلام ورحمة الله. بسم الله الحمد لله. اللهم صل على محمد وعلى آل محمد. أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اتقوا الله عباد الله. സ്നേഹനിധികളായ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ ശ്രോതാക്കളെ, നമ്മയൊക്കെ ശ്രദ്ധിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏകനും ആരാധനക്ക് അർഹനും അത്യുത്തമമായ നാമഗുണവിശേഷണങ്ങളുടെ ഉടമസ്ഥനുമായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുള്ള ജീവിതത്തിൻ്റെ നാനാഭാവങ്ങളും സൂചിപ്പിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ആദ്യമായി വസിക്കുന്നു അഥവാ ബലവത്തെ ഉപദേശിക്കുന്നു. അങ്ങനെ ജീവിച്ച് നരകായിനും അകറ്റപ്പെട്ട് വിചാരം കൂടാതെ തന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അതിനായി വിശുദ്ധ ഖുർആൻ അർത്ഥത്തോടുകൂടി വായിച്ചു പഠിക്കുക. അത് തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും പഠിച്ചറിയുക. നബി സഹാബത്ത് ചോദിച്ച മാർഗം അത് ജീവിതത്തിൽ പ്രാപ്തമാക്കുക. അതാണ് നാം ഒന്നാമത് ചെയ്യേണ്ടത്. അത് ഫർളാണ്. ഖുർആനും ഹദീസും പഠിച്ചറിയുക, ഇൽമ് പഠിക്കുക എന്നത് ഫർളാണ്. ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ആണുപെണ്ണുങ്ങളുടെ മേലും ഇൽമ് പഠിക്കുക എന്നുള്ളത് എന്താവുന്നു? നിർബന്ധമാവുന്നു. അതെന്താവുന്നു ഇൽമ്? അത് പരിശുദ്ധ ഖുർആനും തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുമാവുന്നു. അത് അല്ലാതെ എന്തല്ല, മറ്റൊന്നും അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, തറക്ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾ വിട്ടേച്ചു പോകുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾ വിട്ടേച്ചു പോകുന്നു. അത് നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വഴിയിച്ചു പോവുകയില്ല. അത് അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളുമാകുന്നു. അതുകൊണ്ട് നബി സാഹിബ് ചോദിച്ച മാർഗം അതാണ് നമ്മൾ ജീവിതത്തിൽ പ്രാപ്തമാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, പൂർവ്വ സമൂഹം 72 പിരിഞ്ഞു, എൻ്റെ സമൂഹം 73 പിരിയും, മുഴുവനും നരകത്തിലാണ്. എൻ്റെ സമൂഹം എന്ന് പറയുമ്പോൾ നമസ്കരിക്കുന്നവരാണ്. എൻ്റെ സമൂഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമസ്കരിക്കുന്നവർ എന്ത് ചെയ്യുന്നു? 73 സംഘമായി പിരിയും. അത് ഒന്ന് മാത്രമാണ് സ്വർഗത്തിലേക്ക്, ബാക്കി മുഴുവനും നരകത്തിലേക്കാകുന്നു എന്നാണ് വിശ്വാസം പറഞ്ഞത്. അത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ മാ അന അലൈഹി വസ്ഹബി, ഞാനും എൻ്റെ സാഹിബത്തും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം. നബിയും സാഹിബത്തും ഏകോപിച്ച മാർഗം. ഒരു ഏകോപനം അവിടെ ഉണ്ടാവണം. ഏതെങ്കിലും ഒരാൾ ഒരു പ്രവർത്തിച്ചു, അത് എൻ്റെ മേൽ വിശ്വാസം കൽപ്പന ഇല്ലെങ്കിൽ അത് തള്ളിക്കളയണം എന്ന് വിശ്വാസം പറഞ്ഞു. ഇത് മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ, വല്ലവനും വല്ല പ്രവർത്തിയും പ്രവർത്തിച്ചു അതിന് മേൽ എൻ്റെ കൽപ്പന ഇല്ലെങ്കിൽ അത് തള്ളിക്കളയണം. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസം പ്രവർത്തിച്ചതായിരിക്കണം ഞാൻ ജീവിതത്തിൽ പ്രാപ്തമാക്കേണ്ടത്. നബി സാഹിബത്ത് നിയോഗിച്ച മാർഗത്തിലുള്ളത്. ഏതെങ്കിലും ഒരാൾ സാഹിബിമാരാണ് പറഞ്ഞത്, ഒരു സാഹിബി പ്രവർത്തിച്ചു ഒരു കാര്യം, പക്ഷേ നബി കൽപ്പന ഇല്ല എങ്കിൽ തള്ളിക്കളയണമെന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബിയോടാണ് പറഞ്ഞത്. അപ്പം നബിയും സാഹിബ് ഏകോപിച്ചൊരു മാർഗം, അംഗീകാരം ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അംഗീകാരം ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കൽപ്പന ഉണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മൗനാനുവാദം ഉണ്ടാവുക. ഇതാണ് നബി ശരിയ. അതിൽ പെടാത്തൊരു കാര്യം സ്വന്തത്തിന് നല്ലതെന്നുള്ള കാര്യം ചെയ്തു കഴിഞ്ഞാൽ മതകാര്യങ്ങൾ ഷർറായ കാര്യം മഹദാത്ത് പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയത്. നമസ്കാര ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കും. സാഹിബിമാർ ആമീൻ പറയും. സാഹിബിൻ്റെ സമ്പ്രദായം ഉണ്ടായില്ല. ഇപ്പോൾ നമ്മൾ ചില പള്ളികളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമാമിങ്ങൾ നമസ്കാരത്തിന് ശേഷം കയ്യൊരു പ്രാർത്ഥിക്കും. സാഹിബ് അണികൾ എന്ത് ചെയ്യുന്നു? ആമീൻ പറയുന്ന സമ്പ്രദായം കാണുന്നുണ്ട്. ആ പ്രാർത്ഥന അള്ളാഹുവിനോട് തന്നെയാണെങ്കിൽ കൂടി എന്താകുന്നു?
അത് ബിദ്അത്താണ്, വലാലത്താവുന്നു, സ്വയം ശരിയിൽ പെടാത്ത കാര്യമാകുന്നു. അതാണ് ഷർറുൽ ഉമൂർ, അത് കാര്യം ഷർറായ കാര്യം മഹ്ദാത്ത് പുതിയ നിർമ്മിച്ചുണ്ടാക്കുക. നല്ലത് എന്നുള്ള നിലക്ക് നമ്മൾ നല്ലത് എന്നുള്ള നിലക്ക് നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ മുൻഗാമികൾ നിർമ്മിച്ചുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർവികന വാപ്പാപ്പന്മാർ ചെയ്ത് പോന്നു എന്ന് ന്യായം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും എന്തല്ല, അതൊരു വിജയത്തിന് മാർഗമല്ല, അത് ഷർറുൽ ഉമൂറാണ്, ഒരു കാര്യം ഷർറായ കാര്യമാകുന്നു. മാത്രമല്ല അത്തരത്തിൽ പ്രാർത്ഥനകൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, മറ്റുപോയ മഹാന്മാരോട് സഹായം ചെയ്യും, റസൂലുള്ളാഹിനോട് എന്ത് ചെയ്യുന്നു, പൊറുക്കലിനെ തേടും, ശുപാർശ തേടും. ഇതൊക്കെ എന്താകുന്നു, വിദ്യാത്തിൽ എത്തിപ്പെടുന്ന ശിർക്കിൽ എത്തിപ്പെടുന്ന വിദ്യാത്താവുന്നു. കർമ്മങ്ങൾ വിശ്വാസമ നമുക്ക് പഠിപ്പിച്ചു തന്നായിരിക്കണം ഞാൻ പ്രവർത്തിക്കേണ്ടത്. ഇതിനെ പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. വിശ്വാഹു അലൈഹിസ്സലാം പൂർത്തിയാക്കി തന്നിട്ടാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് പെടാത്ത കാര്യം നല്ലതെന്ന നിലയ്ക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതാണ് വിദ്യാർത്ഥി. മുറുദിറാത്തി വഹ്ദാത്തി കുത്തിയത്തുകളൊക്കെ തന്നെ എന്താവുന്നു, വിശ്വാസം പഠിപ്പിച്ച നല്ല അല്ല, ജന്മനം കൊണ്ടാടുക ഒക്കെ തന്നെ. ഇത്തരം മാലമൗലൂദുകളിലൂടെ എന്ത് ചെയ്യുന്നു, വിദ്യാർത്ഥികളിലൂടെ എന്ത് ചെയ്യുന്നു, ശിർക്കിൽ എത്തിപ്പെടാവുന്ന ധാരാളം മാർഗങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഷർറുൽ ഉമൂർ, മതകാര്യങ്ങൾ വെച്ച് ഷർറായത് മഹ്ദാത്തുക, പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയതാവുന്നു. നബി സാഹിബ് നിയമിച്ച മാർഗം ഇല്ലാത്തത് അതാണ് പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയത്. ഇപ്പോൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലുക, മയ്യത്ത് കബർ വെക്കുന്ന സമയത്ത് തബാറക്ക് ഓതുക, അതേപോലെ മയ്യത്ത് കബറടക്കിയതിന് ശേഷം കബറിൻ്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്യുക, തിളക്കുകയും ചൊല്ലി കൊടുക്കുക. എന്നിട്ട് മലക്കൾ വരും, റബ്ബുക്കാരൻ ചോദിക്കും, അപ്പോൾ റബ്ബി എന്ന് പറയണം. ഇതൊന്നും എന്തല്ല, വിശ്വാസം പഠിപ്പിച്ചു തന്ന കാര്യങ്ങളല്ല. ജീവിതകാലത്ത് നമ്മൾ എന്ത് ചെയ്യണം, തബാറക്ക് ഓതണം, നമ്മൾ പാപ്പങ്ങളൊക്കെ തന്നെ പുറത്തു വരും. അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സുറപ്പിച്ച് നാവുകൊണ്ട് വ്യക്താക്കി പറയണം. അത് നിസ്വാസം എപ്പോഴാണ് പഠിപ്പിച്ചതെന്നുള്ളത് ഖുർആൻ പാരായണങ്ങൾ, ഇതൊക്കെ ദുആകളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ജീവിതത്തിൽ കൊണ്ടുവരണം. മരിച്ചു കഴിഞ്ഞതിന് ശേഷം രണ്ട് മലക്കൾ വരും, റബ്ബുക്ക എന്ന് ചോദിക്കും, അപ്പോൾ അല്ലാഹു റബ്ബി എന്ന് മറുപടി പറയണം. എന്നൊക്കെ മരിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം, നാം മനസ്സിൽ ഉറപ്പിക്കണം. അതേപോലെ തന്നെ ഇൽമുക്ക, ഇൽമ എന്താണെന്ന് ചോദിക്കും, ആ സന്ദർഭത്തിൽ കിതാബുല്ലാഹ് ആമൻതു ബിഹി വസദ്ദഖതു ബിഹി എന്ന് പറയണം. അത് നമ്മൾ എന്ത് വേണം, പരിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് വായിച്ചു പഠിക്കണം. അതെങ്ങനെയാണോ അവതരിപ്പിച്ചത് അപ്രകാരത്തിൽ ജീവിതത്തോടുകൂടി നീട്ടിമണിച്ച് ഓതുന്നതോടുകൂടി നമ്മൾക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അറബികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, കാരണം അവരുടെ ഭാഷയിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. അതുകൊണ്ട് നമ്മളെന്ത് വേണം, ഖുർആൻ എപ്രകാരമാണോ അവതരിപ്പിച്ചത് അപ്രകാരം ഓതിപ്പടിക്കണം, ജീവിതത്തോടുകൂടി ഓതിപ്പടിക്കണം. അക്ഷരശുദ്ധിയോടുകൂടി സാവകാശത്തിൽ എന്ത് ചെയ്യണം, ഓതിപ്പടിക്കണം. അതോടുകൂടി അതിൻ്റെ അർത്ഥം പഠിച്ചറിയണം. കാരണം എന്താണ്, ഖബറിൽ ചോദിക്കൂല റബ്ബുക്ക, റബ്ബ ആരാണ്, അപ്പോൾ അല്ലാഹു റബ്ബി എന്ന് മറുപടി പറയണം. ആ സുപ്രധാനമായ മറ്റൊരു ചോദ്യമാണ് ഇൽമുക്ക, ഇൽമ എന്താവണം, ഇൽമ വിജ്ഞാനം എന്തായിരുന്നു. ഖറഅതു കിതാബ് അല്ലാഹുവിൻ്റെ ഗ്രന്ഥം ഞാൻ വായിച്ചു പഠിച്ചു, ആമൻതു ബിഹി ഞാനത് വിശ്വസിച്ചു നമ്മൾ പറയണം. പറയണമെങ്കിൽ എന്ത് വേണം, അർത്ഥത്തോടുകൂടി വായിച്ചു പഠിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ആമൻതു ബിഹി എന്ന് പറയാൻ പറ്റുമോ, ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പ്രാധാന്യമാണ് ഖുർആൻ അർത്ഥത്തോട് വായിച്ചു പഠിക്കുക എന്നുള്ളതിൻ്റെ പ്രാധാന്യമാണ്. മാത്രമല്ല വീണ്ടും പറയുന്നു, സദ്ദഖതു ബിഹി, സത്യമാക്കി നമ്മൾ പറയണമെങ്കിൽ എന്ത് വേണം, ആ ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്നുള്ളത് കർമ്മങ്ങൾ ജീവിതത്തിൽ പ്രാപ്തിമാക്കാൻ വേണ്ടി പഠിപ്പിച്ചു. ആ പ്രകാരം നബി സാഹിബ് ജീവിച്ച മാർഗം അതാണ്, നബി സാഹിബ് ജീവിച്ച മാർഗം. അത് നമ്മൾ ജീവിതത്തിൽ പ്രാപ്തിമാക്കണം. അപ്പോഴാണ് സ്വർഗ്ഗ വാടം തുറന്നിച്ചു വരാം. അതിൻ്റെ പ്രാധാന്യമാണ് ഖുർആൻ അർത്ഥത്തിൽ വായിച്ചു പഠിക്കുന്ന പ്രാധാന്യം. അതാണ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന അല്ലമഹു, നിങ്ങൾ ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നു. അത് മഹത്തായ ഒരു കാര്യമാകുന്നത്. അള്ളാഹു ഓർക്കുക, വലിയ ദിക്റുല്ലാഹ് അക്ബർ, അള്ളാഹു ഓർക്കുക എന്നുള്ളത് എന്താകുന്നു, മഹത്തായ ഒരു കാര്യമാകുന്നു. ഈ ദിക്ർ വരുമ്പോൾ എന്താ, പരിശുദ്ധ ഖുർആൻ എന്താകുന്നു, ദിക്റാണ്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഇതാഹു ദക്കറിനി എങ്ങനെയാണ് അള്ളാഹുവിനെ ഓർക്കേണ്ടത്? അള്ളാഹു പറഞ്ഞ നിസ്വം പറയുകയാണ്, അനമാബിദി, അള്ളാഹു പറഞ്ഞാൽ നിസ്വം പറയാം, അനമാബിദി, അള്ളാഹു പറയുന്നത് ഞാൻ എൻ്റെ അടിയാൻ്റെ കൂടെ ആയിരിക്കും.
ഇതാഹുദക്കർ നീ അവൻ എന്നെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണ്ടേ? ഹറജ് ശബ്ദ ചുണ്ടുങ്ങൾ ചലിപ്പിച്ചുകൊണ്ട് എന്നാൽ ദിക്ർ ദുആകൾ പരിശുദ്ധ ഖുർആനുകൾ ഓതിക്കൊണ്ട്. വിശുദ്ധ ഖുർആൻ ദിക്റാണ്. അഫ്സൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു ഓർത്തുകൊണ്ട് ആയിരിക്കണം, അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പരിശുദ്ധ ഖുർആനും മറ്റുള്ള ദിക്ർ ദുആകളൊക്കെ ചൊല്ലേണ്ടത്. അപ്പോഴെന്തായിരിക്കും? അള്ളാഹു തആല പറയുന്നത് ഞാൻ എൻ്റെ അടിയാൻ്റെ കൂടെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെന്ത് ചെയ്യുന്നു? സഹായിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു സഹായം കൂടാണ്ട് നമുക്ക് എന്തല്ല ഇഹലോകത്ത് ജീവിക്കാൻ സാധ്യമല്ല, പരലോകത്ത് സാധ്യമല്ല. അപ്പോൾ ഇഹലോകത്തും പരലോകത്തും അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിൻ്റെ പ്രീതി നമുക്ക് കിട്ടണം. ആ പ്രീതി, സംതൃപ്തി, റിളവാൻ അത് വമ്പിച്ച കാര്യമാവും. ഒരു റിളവാൻ ഉണ്ടാവുക എന്ന് പറഞ്ഞെങ്കിൽ ഒരു റിളവാനും അല്ലാഹു അക്ബർ, അള്ളാഹുവിന് ഉണ്ടാവുന്ന തൃപ്തി അത് വമ്പിച്ച കാര്യമാവും. ഒരു ദിക്റുല്ലാഹു അക്ബർ, അള്ളാഹുവിനെ ഓർക്കുക എന്ന് വമ്പിച്ച കാര്യമാവുന്നു വിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്നപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഒരു റിളവാനും അല്ലാഹു അക്ബർ, അള്ളാഹുവിന് പ്രീതി ഉണ്ടാവുക. അള്ളാഹൻ പറഞ്ഞനുസരിക്കുക, അള്ളാഹുവിൻ്റെ പ്രവാചകം പറഞ്ഞനുസരിക്കുക, അപ്പോഴാണ് അള്ളാഹുവിന് പ്രീതി ഉണ്ടാകുക. ഉമ്മ വാപ്പന്മാരുടെ പ്രീതി കിട്ടണമെങ്കിൽ എന്ത് വേണം? ഹറാമല്ലാത്ത കാര്യങ്ങൾ ഉമ്മ വാപ്പന്മാർ നമ്മൾ പറയുമ്പോൾ അത് നമ്മൾ അനുസരിക്കണം. അപ്പോൾ ഉമ്മ വാപ്പന്മാരുടെ പ്രീതി ഉണ്ടാവും. ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, റബ്ബ് അങ്ങനെ വന്നിട്ടുണ്ട്, അല്ലാഹ് എന്ന് വന്നിട്ടുണ്ട്. റബ്ബ് ഫീ റിളാൽ വാലിദി, അള്ളാഹുവിൻ്റെ പ്രീതി, അള്ളാഹുവിൻ്റെ സംതൃപ്തി നമുക്ക് കിട്ടണമെന്ന് വേണം? മാതാപിതാക്കളുടെ സമൃദ്ധി നമ്മൾ കരസ്ഥമാക്കാൻ നടത്തണം. സഖ്തു റബ്ബ്, അള്ളാഹുവിൻ്റെ കോപം ഫി സഖ്തിൽ വാലിദി, മാതാപിതാക്കളുടെ എന്ത് ചെയ്യുന്നു? കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപം. ഫി റിളൽ വാലിദീൻ വസഖ്തുല്ലാഹ് വസഖ്തുൽ വാലിദീൻ, അങ്ങനെ ഹദീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അഹബ്ബുൽ അഅമാലി അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ അസ്വലാത്തുൽ വഖ്തി, നമസ്കാരം വഖ്തിൽ ജമാഅത്തായി എതിരൊന്നില്ലെങ്കിൽ പള്ളിയിൽ വെച്ച് നമസ്കരിക്കാതിലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാരണം. സുമ്മ എന്താണ് ചോദിച്ചു? ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. സുമ്മൽ ജിഹാദ് ഫീ സബീലില്ലാ, പിന്നീടാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധം ചെയ്യേണ്ടത്. മാതാപിതാക്കൾ സുഖമില്ലാതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ യുദ്ധത്തിന് പോകേണ്ട ഒരു ഇത് വേണ്ട, മാതാപിതാക്കൾ ഇട്ടെറിഞ്ഞ് പോകേണ്ടതില്ല. മാതാപിതാക്കൾ സൂക്ഷിച്ചുകൊണ്ടിരുന്നാൽ മതി. കാരണം ജിഹാദ് ചെയ്യുന്നതിനേക്കാളും യുദ്ധത്തിന് പോകുന്നതിനേക്കാളും കൂലിയുള്ള കാര്യമാണ് മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഹറാമായ കാര്യങ്ങൾ പോലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ട? നമ്മൾ അനുസരിക്കേണ്ടതില്ല. മാതാപിതാക്കളാവട്ടെ, ഭാര്യയാവട്ടെ, ഭർത്താക്കന്മാർ പരസ്പരമൊക്കെ ഹറാമായ കാര്യങ്ങൾ പരസ്പരം ജനങ്ങൾ സഹോദരങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ അനുസരിക്കണ്ട. അല്ലാത്ത ഇത് കാര്യങ്ങൾ, അനുവദനീയമായ കാര്യങ്ങൾ പറയുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അനുസരിക്കണം. സുബഹിക്ക് ശേഷം ഉറങ്ങുന്നത് നന്നല്ല. നമ്മൾ സുബഹിസ്കാരത്തിന് അതേപോലെ തന്നെ വരാതെ ഉറങ്ങുക, എന്നിട്ട് ഉണരുമ്പോൾ എഴുന്നേറ്റ് നമസ്കരിക്കുക, ഇതൊന്നുമല്ല. ഇതൊക്കെ വെറുക്കപ്പെട്ട കാര്യങ്ങളാവും. അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ അതേപോലെ തന്നെ മാതാപിതാക്കൾ പ്രീതി കരസ്ഥമാക്കാനും പറ്റിയ കാര്യങ്ങളൊക്കെ അല്ല. നമ്മൾ എത്ര തന്നെ തിരക്കിലുള്ള സന്ദർഭത്തിലായാലും ശരി, നമസ്കാരത്തിൽ എന്ത് വേണം? വളരെ ശ്രദ്ധ വേണം. അതല്ലേ അള്ളാഹു തആല പറഞ്ഞത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന പഠിപ്പിച്ചിരുന്ന അഹബ്ബുൽ അഅമാലി അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് അസ്വലാത്തുൽ വഖ്തിഹാ, നമസ്കാരം അതിന് സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ത് ചെയ്യണം? അത് എവിടെ നിന്നാണ് നമസ്കരിക്കട്ടെ? ഒരു കണ്ണുവട്ടം ചോദിച്ചു സ്വാമിയോട്, എനിക്ക് പള്ളിയിലേക്ക് വഴി കാണിച്ച് തരുന്ന ആളില്ല, അതുകൊണ്ട് ഞാൻ വീട്ടിൽ വെച്ച് നമസ്കരിക്കട്ടെ എന്ന് ചോദിച്ചു. കണ്ണുവട്ടം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമയം നൽകി. ശേഷം ചെയ്തു വീണ്ടും ആ കണ്ണുവട്ടം തിരിഞ്ഞു വഴപ്പം വിളിച്ചു ചോദിച്ചു, ഹൽ തസ്മാ നിദാ, നീ വാങ്ക് കേൾക്കുന്നുണ്ടോ ചോദിച്ചു. നാം കേൾക്കുന്നുണ്ട്. അജിബ്, എങ്കിൽ അന്ന് ഉത്തരം നൽകണം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ വന്ന് നമസ്കരിക്കണം എന്ന്. അത്ര ഗൗരവത്തോടു കൂടി കണ്ണോട്ടനോട് പോലും
ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ പള്ളിയിൽ ജമാഅത്തെ നമസ്കരിക്കാൻ വരണം എന്ന് പറയുമ്പോൾ അതിന് ഗൗരവം മനസ്സിലാക്കാം. വീട്ടിൽ നിസ്കരിക്കുന്നവർ പള്ളിയിൽ വരാതെ വീട്ടിൽ നിസ്കരിക്കുന്നവരെ സംബന്ധിച്ച് എന്തേ പറഞ്ഞത്? ഒരു വിറക് ശേഖരിച്ചുകൊണ്ട് നിമിഷം പറയുകയുണ്ടായി, അവരടക്കം ആ വീട് ചുട്ടുകരിച്ചാലോ ഞാൻ കരുതുകയാണ്. അപ്പോൾ എന്തെയ്യുന്നു? നിസ്കരിക്കാത്ത ആളല്ല, വീട്ടിൽ വെച്ചിട്ടാണ് നിസ്കരിക്കുന്നത്. ബാങ്ക് കൊടുത്ത് പള്ളിയിൽ വരെ വീട്ടിൽ നിസ്കരിക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ കോപ്പാണ് പറഞ്ഞത്. വിശ്വാസം പറയാണ്, കാമത്തിന് ഞാൻ ഇവിടെ പള്ളിയിൽ ജമാഅത്തിന് എന്ത് ചെയ്യുക, കാമത്ത് കൂട്ടിയ ശേഷം ഒരാളെ ഇമാമ നിർത്തിക്കൊണ്ട് ഞാൻ ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ പോയി നോക്കട്ടെ, വരാതെ അവിടെ നിന്ന് ആരാണ് നമസ്കരിക്കുന്നത് നോക്കട്ടെ, എന്നിട്ട് വിറക് ശേഖരിച്ചുകൊണ്ട് ആ വീടുകളൊക്കെ തന്നെ അവരടക്കം ചുട്ടുകഴിച്ചാലോ എന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പം അതിൻ്റെ ഗൗരവം നോക്കുക. കാരണത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചുട്ടുകരിക്കാൻ കരുതിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണല്ലോ, അതിന് ഗൗരവമാണല്ലോ. അള്ളാഹുവിന് പ്രീതി കരസ്ഥമാക്കേണ്ട രംഗങ്ങളാണ് ഇതൊക്കെ. ഫർള് നമസ്കാരങ്ങൾ ഒത്താകുമ്പോൾ അത് എന്ത് ചെയ്യുക? പള്ളിയിൽ വെച്ചിട്ട് നമസ്കരിക്കുക, ജമാഅത്തായി തന്നെ നമസ്കരിക്കുക. യാത്രയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒറ്റക്കുള്ളൂ എങ്കിൽ നമുക്ക് നിവൃത്തിയില്ല ജമാഅത്ത് നമസ്കരിക്കാൻ. ഒന്നോ രണ്ടോ ആളുണ്ട് എങ്കിൽ നമുക്ക് ജമാഅത്തായിട്ട് നമസ്കരിക്കാം. പള്ളിയിൽ നിന്ന് യാത്രയിൽ നിന്ന് നമസ്കരിക്കാം, ട്രെയിനിൽ നിന്ന് നമസ്കരിക്കാം, വിമാനത്തിൽ നമസ്കരിക്കാം. ജമാഅത്തായി തന്നെ നമസ്കരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സുപ്രധാനമായ കാര്യം. 5 വക്ത് നമസ്കാരങ്ങൾ പള്ളിയിൽ വെച്ച് ജമാഅത്ത് നമസ്കരിക്കുക, അത് അള്ളാഹുവിന് പ്രീതി ഉണ്ടാക്കുന്ന കാര്യമാകുന്നു. അതേപോലെ തന്നെ നമ്മൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന് പ്രീതിയുള്ള കാര്യമാകുന്നു. മാതാപിതാക്കൾ നന്മ ചെയ്യുക, മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു? ഹറാമല്ലാത്തൊരു കാര്യം കൽപ്പിക്കുമ്പോൾ അത് അനുസരിക്കുക, അത് വളരെയധികം പ്രീതി, മാതാപിതാക്കൾക്ക് പ്രീതി ഉണ്ടാക്കുക എന്ന കാര്യമാകുന്നു. ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ മനസ്സിലാക്കണം. വരിയുള്ള വാലിദൈൻ എന്നുള്ളതാണ് നമ്മൾ സുപ്രധാനമായ ഹെഡിങ് ആയിട്ട് ഇന്നത്തെ വിഷയത്തിൽ എടുത്തിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ പ്രീതി എങ്ങനെയാണ് കരസ്ഥമാക്കേണ്ടത്, അതിൻ്റെ കാര്യങ്ങളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൽമിൻ്റെ പ്രാധാന്യം നാം പറയുകയുണ്ടായി. പരിശുദ്ധ ഖുർആനും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും പഠിച്ചറിയുക എന്നുള്ളതാണ്. അങ്ങനെ സാന്നിധ്യ മാർഗം ജീവിതമാക്കുക എന്നുള്ളതാണ് അല്ലാഹു തആല നമുക്ക് മുഖ്യമായും മുഖേന പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഈ വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി എടുക്കണം. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ അക്കാര്യം എടുത്തുദ്ധരിച്ചു ഉണ്ടായി. അള്ളാഹുവിൻ്റെ റിള എന്നെ സംബന്ധിച്ച് എന്ന ഹദീസാണ് സൂറത്തെ തൗബയിലെ 72-ാമത്തെ വചനത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹാൽ അൻഹാർ ഖാലിദീന ഫീഹാ ومساكن طيبة في جنات عدن ورضوان من الله أكبر ذلك هو الفوز العظيم. وعد الله المؤمنين والمؤمنات. സത്യവിശ്വാസികളോടും സത്യവിശ്വാസികളോടും അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്താണ്? ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ. അള്ളാഹു എന്താണ് വാഗ്ദാനം ചെയ്തത്? അടിഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളെ അള്ളാഹു തആല എന്ത് ചെയ്യുന്നു? വാഗ്ദാനം ചെയ്തിരുന്നു. ആർക്ക്? സത്യവിശ്വാസികളോടും സത്യവിശ്വാസികളോടും അള്ളാഹു തആല വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അടിഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളെ ഖാലിദീന ഫീഹാ, അവർ അതിൽ നിത്യവാസികളായിരിക്കും, ശാശ്വതമായി അവർ ജീവിക്കും, എന്നെന്നും ജീവിക്കും. മസാകിൻ തയ്യിബതൻ ഫി ജന്നാത്തി അദൻ. കൂടാതെ അല്ലാഹു തആല എന്താ പറയുന്നത്? ജന്നാത്ത് അദൻ, സ്ഥിരവാസത്തിന്റെ സ്വർഗത്തിൽ നല്ലതായ വിശിഷ്ട പാർപ്പിടങ്ങളെയും വാഗ്ദാനം ചെയ്തിരിക്കുന്നു. പിന്നീടോ റിദ്വാനും മിനല്ലാഹി അക്ബർ. അതാണ് ചർച്ചാ വിഷയം ഇന്നത്തെ. റിദ്വാൻ, തൃപ്തി, അള്ളാഹുവിൻ്റെ തൃപ്തി. മിനല്ലാഹ്,
അള്ളാഹുവിൽ തൃപ്തി അക്ബർ, അത് വലിയ ഏറ്റവും വമ്പിച്ചതാകുന്നു. ദാലിക ഹുവൽ ഫൗസുൽ അളീം, അത് വമ്പിച്ച വിജയമാകുന്നു. അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുക എന്നത്, അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുക, ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക, അത് വലിയ വമ്പിച്ച കാര്യമാകുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാനുള്ള കാര്യങ്ങളൊക്കെ എന്താകുന്നു? സുപ്രധാനമായി നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിൻ്റെ പ്രവാചകനെ അനുസരിക്കുക. അത്താക്കും റസൂൽ ഫഹദുഹു നഹാക്കുൽ ഫന്ദുഹു, നിസ്വാൻ കൊണ്ടുവന്ന് അത് സ്വീകരിക്കുക. നിസ്വാൻസ് വിരോധിച്ച കാര്യം വിട്ടു നിൽക്കുക, തക്കീങ്ങളായി ജീവിക്കുക. സുപ്രധാനമായ കാര്യങ്ങളാണ്. സംസ്കാരം ജമാഅത്തായി എതിരൊന്നില്ലെങ്കിൽ പള്ളിയിലെത്തി നിന്ന് നമസ്കരിക്കുക. മറ്റുള്ള ഫർളായ കർമ്മങ്ങളൊക്കെ തന്നെ ജീവിതത്തിൽ പ്രാപ്തിമാക്കുക. വിരോധിച്ച കാര്യങ്ങൾ പൂർണ്ണമായി വിട്ടു നിൽക്കുക. സുന്നത്തായ കർമ്മം കഴിയുന്ന അത്ര ജീവിതത്തിൽ കൊണ്ടുവരിക. ഇതൊക്കെ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുവാൻ വളരെയധികം സുപ്രധാനമായ കാര്യങ്ങളാവുന്നു. അതേപോലെ തന്നെ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ, അള്ളാഹു തആല ആകാശ ലോകത്തു നിന്നും മനുഷ്യരോടായി പറഞ്ഞ ഒന്നാമത്തെ കൽപ്പന അള്ളാഹുവിന് മാത്രം ആരാധിക്കാവുന്ന. ആരാധനകൾ, നേർച്ചകൾ, വേവാടുകൾ, പ്രാർത്ഥനകൾ, പാപമുന്നേറ്റങ്ങളൊക്കെ തന്നെ അള്ളാഹുവിന് മാത്രമാക്കുക എന്നുള്ളതാണ്. അള്ളാഹു വഴിയുള്ളവരോട് നേർച്ച നടത്തിച്ചിരുന്നു. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനോടും അതേപോലെ തന്നെ മഹാന്മാരായ മറ്റു മഹാന്മാർക്ക് നേർച്ച നടത്തിച്ചിരുന്ന കാലഘട്ടമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രവാചകനെ നിയോഗിച്ചത്. അപ്പോൾ അതൊക്കെ ആരാധനകളാവുന്നു. വൈബിയെ സഹായപ്പെടുത്തങ്ങൾ അത് ആരാധനകളാവുന്നു. ആരാധനക്കാൻ അള്ളാഹു മാത്രമാവുന്നു. യാ യുഹ്നാസ്, ജനങ്ങളെ, ഊലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, അള്ളാഹു അല്ലാതെ ആരാധിക്കാനായി മറ്റാരുമില്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുകയും എങ്കിൽ നിങ്ങൾ വിജയം വരിക്കാം എന്നായിരുന്നു. കാരണം ആ കാലഘട്ടം എന്ത് ചെയ്യുന്നു? അള്ളാഹു വഴിയുള്ളവർക്ക് അള്ളാഹുവിനെ നേർച്ച അർപ്പിച്ചിരുന്നു, അള്ളാഹുവിനോട് പാപം തരുന്നു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു, അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തിരുന്നു. ഇതൊക്കെ ഇബാദത്തുകളാണ്. ഇത്തരത്തിൽ ഇബാദത്തുകൾ എന്ത് ചെയ്യുന്നു? മറ്റു മഹാന്മാരോട് പ്രാർത്ഥിച്ചിരുന്നു, ഇബാദത്തുകൾ അർപ്പിച്ച് സമർപ്പിച്ചിരുന്നു. ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ, അതേപോലെ തന്നെ ഇസ്മായിൽ നബിയെ കാക്കണേ എന്നിങ്ങനെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പേരിൽ അർപ്പിച്ചിരുന്നു. ഇസ്മായിൽ ഇസ്ലാമിന് നേർച്ചകൾ അർപ്പിച്ചിരുന്നു. അപ്പോൾ ആരാധനകൾപ്പെട്ട നേർച്ചകൾ, പ്രാർത്ഥനകൾ, പാപമുന്നേറ്റങ്ങളൊക്കെ തന്നെ അള്ളാഹു വഴികൾക്ക് അർപ്പിച്ചിരുന്ന സമർപ്പിച്ചിരുന്ന കാലഘട്ടത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി കൊണ്ട് നിയമിച്ചത്. ആ സന്ദർഭത്തിൽ അള്ളാഹുവിനെ സമർപ്പിച്ചിരുന്നു, അള്ളാഹുവിനെ വിശ്വസിച്ചിരുന്നു. മക്കളുടെ മുശ്രിക്കുകൾ അള്ളാഹുവിനോടും പ്രാർത്ഥിച്ചിരുന്നു, അതേപോലെ തന്നെ മറ്റു മഹാന്മാരോടും പ്രാർത്ഥിച്ചിരുന്നു. അത് തെറ്റാണ്, അത് അരുത്. ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാകുന്നു. കാരണം നേർച്ചകളും ഒരുപാടുകളും പ്രാർത്ഥനകളൊക്കെ ആരാധനയാകുന്നു. ആരാധന അള്ളാഹു ആകുന്നു. അള്ളാഹു അല്ല ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫോൺ ചെയ്ത് മനസ്സിലാക്കുക. 13 വർഷക്കാലം സല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ചൊക്കെ നമസ്കാരം പോലും സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു എന്ത് ചെയ്തില്ല, നിർബന്ധമാക്കിയില്ല. അഞ്ചൊക്കെ നമസ്കാരം പോലും 13 വർഷക്കാലം പരിശുദ്ധ ഖുർആൻ ഓതിക്കളിപ്പിച്ചുകൊണ്ട് ശിർക്ക് എന്ത്, തൗഹീദ് എന്ത്, എന്താണ് സദാചാരം, എന്താണ് അനാചാരങ്ങൾ എന്നൊക്കെ വ്യക്തമാക്കി ഖുർആനിലൂടെ ഓതി കേൾപ്പിച്ചു കൊടുത്ത് ആദ്യം ജനങ്ങളെ ശുദ്ധീകരിച്ചെടുക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരുട്ടിലടഞ്ഞ ഒരു സന്ദർഭമായിരുന്നു അത്. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു, അതായത് അജ്ഞതയിൽ നിന്ന് വിജ്ഞാനത്തിലേക്ക് കൊണ്ടുവന്നു. ഖുർആൻ ഓതി കേൾപ്പിച്ചുകൊണ്ട് യഥാർത്ഥ വിജ്ഞാനം നൽകിക്കൊണ്ട് ശേഷമാണ് 13ാമത്തെ വർഷമാണ് ഇസ്ലാം മിഅ്റാജ് ഉണ്ടാകുന്നതും സംസ്കാരങ്ങൾ നിർബന്ധമാകുന്നു. ശേഷമാണ് ഹിജ്റയും ഉണ്ടാകുന്നത്, മനസ്സിലാക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം പ്രവാചകനായി ജീവിച്ചു. 40ാമത്തെ വയസ്സിൽ ദൂരത്ത് കിട്ടി, അത് 63ാമത്തെ വയസ്സിൽ വഫാത്തായി. അപ്പോൾ ഈ കാലഘട്ടത്തിൽ 13 വർഷക്കാലം മക്ക ജീവിതത്തിൽ മുഖ്യമായും എന്തായിരുന്നു? ഫർളായ അമലുകളൊന്നും തന്നെ നിർബന്ധമാക്കാതെ പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചുകൊണ്ട് സംസ്കരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യണം? ഓതി പഠിക്കണം നമ്മൾ. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈ സംസ്കാരം ഉണ്ടാവണം. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് കേൾക്കണം. ഓതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാകണം. വലിയൊരു
കാര്യമാകുവാൻ പ്രീതി കരസ്ഥമാക്കുവാൻ ആവശ്യമായ ഏറ്റവും ഒന്നാമത്തെ കാര്യം പരിശുദ്ധ ഖുർആൻ അത് വായിച്ചു പഠിക്കുക. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വിശീകരണമാണ് ഹദീസുകൾ, അത് പഠിച്ചറിയുക. അങ്ങനെ നബി സാഹിബ് ഉപയോഗിച്ച മാർഗം അതെന്ത് ചെയ്യുക, ജീവിതത്തിൽ പാത്രമാക്കുക. ഇതാണ് അള്ളാഹുവിൻ്റെ പ്രീതി, അള്ളാഹു തൃപ്തി കരസ്ഥമാക്കാനുള്ള മുഖ്യമായ കാര്യം, ഒന്നാമത്തെ കാര്യം. അള്ളാഹു തആല മനുഷ്യർക്കായി നൽകിയ സന്ദേശം, ഒന്നാമത്തെ സന്ദേശം എന്താ? അള്ളാഹു റബ്ബ് വിധിച്ചിരിക്കുന്നു, കൽപ്പിച്ചിരിക്കുന്നു, അല്ലാത്ത ആബുദില്ല ഇയ്യ, അവനല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് പറഞ്ഞാൽ ആരാധനകളൊക്കെ തന്നെ അള്ളാഹു മാത്രമാക്കുക. നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും പാപമോന്തേട്ടങ്ങളും അറിവുകളും ഒക്കെ തന്നെ അള്ളാഹു മാത്രമാക്കുക. അള്ളാഹുവിനവർക്ക് ചെയ്യാൻ പാടില്ല. നിങ്ങൾ അത്തരം കർമ്മങ്ങൾ ഇബാദത്തുകൾ അർപ്പിക്കരുത്. രണ്ടാമതായി പറഞ്ഞ കാര്യം അതാണ് നമ്മൾ ചർച്ച. മാതാപിതാക്കൾ നന്മ ചെയ്യണം. മുസ്ലിങ്ങൾ പോലും ആണെന്ന് കരുതുക, മുസ്ലിങ്ങളാണ് മാതാപിതാക്കൾ കരുതുക, എന്നാൽ പോലും എന്ത് ചെയ്യണം, മാതാപിതാക്കൾ നന്മ ചെയ്യണം എന്നാണ് രണ്ടാമത്തെ കൽപ്പന. അതിന് ഗൗരവം മനസ്സിലാക്കുക. എന്നാൽ മാതാപിതാക്കൾ ഹറാമായ കാര്യം നമ്മൾ കൽപ്പിച്ചാൽ നമ്മൾ അനുസരിക്കേണ്ട. അപ്പം മാതാപിതാക്കളെ നന്മ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, മാതാപിതാക്കൾ ശുശ്രൂഷിക്കുക, അവർ പറഞ്ഞ് നമ്മൾ അനുസരിക്കുക. അള്ളാഹിൻ്റെ പ്രീതി നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം, അള്ളാഹ് പറഞ്ഞ് നമ്മൾ അനുസരിക്കുക. അള്ളാഹു തആല പ്രവാചകനെ നമ്മൾ അയച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? മാതൃകയായി നമുക്ക് ദീൻ പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകാ ജീവിതം നമ്മൾ എന്ത് ചെയ്യണം, ജീവിതത്തിൽ പ്രാപ്തിമാക്കണം. അള്ളാഹുവിനെയും അള്ളാഹു റസൂലിനെ അനുസരിക്കുക എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് അള്ളാഹുവിനെയും അള്ളാഹു റസൂലിനെ അനുസരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തരാനാണ് പ്രവാചകനായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് റസൂല ഭഗവത അള്ളാഹ്, എല്ലാവരും അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിച്ചാൽ അള്ളാഹുവിനെ അനുസരിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേരുക വന്നഹാദ സിറാത്തുൽ മുസ്തഖീം, ഇതാ എൻ്റെ മാർഗം, ചുവയമാണ്, അത് പിന്നെ പറ്റുക. അള്ളാഹു അമീനോട് പറഞ്ഞു, വന്നഹാദ സിറാത്തുൽ മുസ്തഖീം, എൻ്റെ മാർഗം ഇതാ ചുവയ മാർഗം, അത് പിൻപറ്റുക. ആ മാർഗം പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു പ്രവാചകനായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചിട്ടുള്ളത്. അപ്പം എന്ത് ചെയ്യണം, നമ്മൾ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകൾ പിൻപറ്റി ജീവിക്കണം. പാപ്പപ്പവരുടെ പൂർവികന്മാരുടെ ചര്യകൾ പിൻപറ്റി ജീവിച്ചാൽ വഴിച്ചു പോകും. അതാണ് പൂർവ്വ സമൂഹം 72 പിരിഞ്ഞു, എൻ്റെ സമൂഹം 73 പിരിയും. അതിലൊന്ന് മാത്രമാണ് സ്വർഗത്തിലേക്ക്, ബാക്കി മുഴുവനും നരകത്തിലേക്കാണ് എന്ന് പറയുമ്പോൾ നമസ്കരിക്കുന്നവരാണ് എൻ്റെ സമൂഹം എന്ന് പറയുന്നത്. നമസ്കരിക്കുന്നവർ എന്ത് ചെയ്യുന്നു, 73 വിഭാഗം മാത്രമാണ് സ്വർഗത്തിലേക്ക്. ആ സ്വർഗത്തിലുള്ള വിഭാഗത്തെ പറ്റി വിശ്വാസം പഠിപ്പിച്ചെന്ന് എന്താണ്, അതാണ് അതിന് ഗൗരവം നാം മനസ്സിലാക്കേണ്ടത്. മാ അന അലൈഹി വസ്ഹബി, ഞാനും എൻ്റെ സാബിത്ത് ചെയ്ത മാർഗത്തിലാണോ ആ മാർഗം, നബി സാബിത്ത് ചെയ്ത മാർഗം, അതാണ് നമ്മൾ ജീവിതത്തിൽ പ്രാപ്തമാക്കേണ്ടത്. അതാണ് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുവാൻ നാം സ്വീകരിക്കേണ്ടത്. വല ദിക്റുല്ലാഹി അക്ബർ, അള്ളാഹു ഓർക്കുക എന്നത് വമ്പിച്ച കാര്യമാവുന്നു. അതേപോലെ തന്നെ ബിൽവാൻ മിനല്ലാഹി അക്ബർ, അള്ളാഹുവിന് പ്രീതി കരസ്ഥമാക്കുക എന്നത് എന്താവുന്നു, വമ്പിച്ച കാര്യമാവുന്നു. അതേപോലെ തന്നെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യമാണ് 5 നമസ്കാരം അതിൻ്റെ സമയത്തിൽ പള്ളിയിൽ പോയി നമസ്കരിക്കുക എന്നുള്ളത്. അള്ളാഹു പ്രീതി കരസ്ഥമാക്കാൻ പറ്റിയ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എന്ത് ചെയ്യുന്നു, മാതാപിതാക്കളെ തൃപ്തി കരസ്ഥമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക, അതിൽ ഗൗരവങ്ങളൊക്കെ മനസ്സിലാക്കുക, പരിശുദ്ധ ഖുർആൻ വായിച്ചു പഠിക്കുക, മാതാപിതാക്കളെ പ്രീതി കരസ്ഥമാക്കുക. ഇതൊക്കെ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുവാൻ നമുക്ക് അള്ളാഹു നിശ്ചയിച്ച മാർഗങ്ങളാണ്. ഇത്തരത്തിൽ കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചറിഞ്ഞുകൊണ്ട് ആ ജീവിതത്തിൽ പ്രാർത്ഥ്യമാക്കി ഇട്ടൊരു പഠിപ്പിച്ചു നോക്കുവാൻ അള്ളാഹു നമുക്കുമാകട്ടെ. അള്ളാഹു മുസ്ലിമീൻ മുസ്ലിമാത്ത് ربنا ظلمنا أنفسنا وإن تغفر لنا وترحمنا لنكونن من الخاسرين. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم، ونعوذ بك من شر ما استعاذ بك نبيك محمد صلى الله عليه وسلم. أنت المستعان وبك البلاغ، لا حول ولا قوة إلا بالله. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അല്ലാഹുവേ, പ്രയാസങ്ങളും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ധാരാളമായുള്ളവരുണ്ട്. ഞങ്ങൾ വീടുകളിലുണ്ട്, രോഗികളായി കഴിഞ്ഞു കൊണ്ടിരിക്കുന്നവരുണ്ട്, ആശുപത്രികളിലുണ്ട്, വീടുകളിലുണ്ട്, അവരെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്, ഞങ്ങൾ വസിയത്ത് ചെയ്തവരുണ്ട്.
ഞങ്ങൾ യാത്ര പോയവരുണ്ട്, അവിടെ കഴിഞ്ഞു കൂട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, തിരിച്ചു വരേണ്ടവരുണ്ട്, ഇനി യാത്ര പോകേണ്ടവരുണ്ട്. ഞങ്ങളെ എല്ലാവരുടെയും പ്രയാസങ്ങൾ നിരക്കൽ ദുരിതങ്ങൾക്ക് തന്നെ അള്ളാഹുവെ എനിക്കറിയാൻ നമ്പറാണ്. അത്തരത്തിലുള്ള പ്രയാസം നിരക്കൽ ദുരിതങ്ങൾക്കുണ്ടാകുമ്പോൾ ക്ഷമിക്കുവാനും മുമ്പിനായി തന്നെ ജീവിച്ചു മരിക്കുവാനും അത്തരത്തിലുള്ള പ്രയാസങ്ങൾ നിരക്കിൽ നിന്നും കുറവി നൽകുവാനും നീ ഞങ്ങൾക്ക് ഒതുങ്ങി നൽകുകയാണ് നമ്പൂറോനെ. എൻ്റെ പ്രീതി അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു പ്രീതിയും ഇല്ല. നിന്റെ ഇഷ്ടപ്പെട്ട പ്രീതി ലഭിച്ച സത്യവിശ്വാസം ഉടലിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. പ്രയാസം നിരക്കൾ ഉണ്ടാകുമ്പോൾ ക്ഷമിച്ചുകൊണ്ട് അതിന് പ്രചോദനം അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുവാനും മുഅ്മിനായി ജീവിച്ചു മരിക്കുവാനും തൗഫീഖ് നൽകണമേ. ഖബർ ജീവിതത്തിലും പരലോക ജീവിതത്തിലും ഉണ്ടാകുമ്പോൾ മൂന്നും പ്രയാസങ്ങളും നിരക്കും ദുരിതങ്ങളും ഒക്കെ തന്നെ തെളിവ് നൽകിക്കൊണ്ട് നിന്റെ പ്രീതി കരസ്ഥമാക്കുന്ന നീ ഇഷ്ടപ്പെട്ട അടിയാന്മാരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ജന്നാത്ത് ഫിർദൗസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ തമ്പുരാനെ. ആമീൻ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.